ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. കട്ട്ലറ്റും ഇപ്പം മീറ്റ് റോളോ എഗ് റോളോ അങ്ങനെ ചിക്കൻ റോളോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ആവശ്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാതെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2 മാസം 3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പെർഫെക്റ്റായിട്ട് ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിങ്ങനെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പക്ഷേ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല, അത്രയും വേസ്റ്റ് ആക്കണമല്ലോ എന്ന് വെച്ച് കട്ട് ചെയ്യുന്നില്ല. ഇത് മൊത്തത്തിലായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഇങ്ങനെ ചെറിയ പീസൊന്ന് ആക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. നല്ലപോലെ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇതിങ്ങനെ ചെറിയ തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കങ്ങനെ പൊടിച്ചെടുക്കാം. ആദ്യത്തേത് എൻ്റെ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റ തവണ മാത്രം പ്രസ് ബട്ടൺ ഒന്ന് തിരിച്ച് ഈ രീതി തന്നെ എടുത്ത്. ഇതാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രെഡ് മുഴുവൻ നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ചുവട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്കത് ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊരു ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്താണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 മാസം വരെ കേടാകാതിരിക്കുവേ.